സ്ലേറ്റസ് കാക്കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് MG കോമറ്റ് എന്ന് പറയുന്ന ഒരു വാഹനമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് ഈ വാഹനത്തെക്കുറിച്ച് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വാഹനത്തിനെ കുറിച്ച് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഒരു EV എന്ന് കേൾക്കുമ്പോൾ തന്നെ EV ഒരുപാട് വാഹനങ്ങളാണ് ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ 2023-24 കാലസമയത്തിൽ 83,000 EVs ആണ് സെയിലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കോമറ്റ്, ഈ MG കോമറ്റിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കൂടുതൽ പറയാനായിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ ഒരു എക്സ്റ്റീരിയറും ഇന്റീരിയറിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. സിറ്റിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ വാഹനം നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിന്റെ കാര്യങ്ങൾ കൂടുതൽ പറയാനായിട്ടുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഓഫീസ് റൂം എന്നാണ് നമുക്ക് ഈ ഇന്റീരിയറിനെ പറ്റി നമുക്ക് സംസാരിക്കാം. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു 2010 മില്ലിമീറ്റർ വീൽ ബേസ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വലിയൊരു ഇന്റീരിയറും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു കാറാണെങ്കിലും നമുക്കൊരു അടിപൊളി ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റേഞ്ചും കാര്യങ്ങളും, നമുക്ക് 230 നമുക്ക് ഈ ഒരു വാഹനത്തിന് റേഞ്ച് കാര്യങ്ങൾ നമുക്ക് തരുന്നത്. പക്ഷേ 230 എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഒരു 200-180 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ വാഹനം നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് തരും. ഈ വാഹനത്തിന്റെ പവർ എന്ന് വെച്ചാൽ 41.42 BHPയും 110 Nm ടോർക്കുമാണ് നമുക്ക് ഈ വാഹനത്തിന്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ഈ ഒരു വാഹനം ഓടിക്കാൻ തന്നെ ലേഡീസിന് ഭയങ്കര ഒരു കംഫർട്ടാണ്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഉടനെ വാങ്ങിക്കാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ്. ഭയങ്കര സ്മൂത്ത് ആണ് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ. അധികം സ്വിച്ചസും കാര്യങ്ങളും വെച്ചിട്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നേ ഇല്ല. കൊണ്ടുവന്നിട്ടുള്ളത് സ്ലോ ചാർജിങ്ങിന്റെ പഴയ വെഹിക്കിൾ തന്നെയാണ്. ഇപ്പൊ പുതിയതായിട്ട് ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന്റെ എഡിഷൻ ഒരു വന്നിട്ടുണ്ട്. അതൊരു 3 hours നമ്മൾ ചാർജ് ചെയ്താൽ മതി. നമ്മുടെ ഉള്ളത് ഒരു 8 hours ചാർജ് ചെയ്യണം. എന്ന് വെച്ചാൽ പതിയെ ആവശ്യം പെട്ടെന്ന് പോവാത്തവർക്ക് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ചൂസ് ചെയ്യാം. അധികം നിങ്ങൾക്ക് ധൃതിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഒരു വെഹിക്കിൾ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അതൊരു വെറും 3 hours മാത്രമാണ്. അഡാസ് ഫീച്ചേഴ്സ്, മറ്റേ ABS EBD അങ്ങനത്തെ ഹിൽ മൗണ്ട് അസിസ്റ്റന്റ് അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയൊരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്, എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7 lakhs എന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ആണ്. നമുക്കൊരു സ്റ്റിയറിംഗ് ഹാൻഡ്ലിംഗ് ഒക്കെ ഭയങ്കര ഒരു വെറുതെ വൺ ടച്ച് പോലെ തന്നെ നമുക്ക് ഇതിൽ തോന്നുന്നത്. ഡ്രൈവ് മോഡ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്കോ, നോർമൽ, സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു AC കൺട്രോൾസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു AC കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇതിൽ ഡാഷ്ബോർഡ് വരുന്ന ഒരു ഫാബ്രിക്കിന്റെ ഒരു ഭാഗം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് നമുക്കൊരു ഇൻഫോടൈം സിസ്റ്റമാണ്. 10.26 ഇൻഫോടൈം സിസ്റ്റമാണ്. 50+ കണക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും ക്ലസ്റ്റർ മീറ്റർ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഒട്ടുമിക്ക നമ്മളെ ബെൻസിലൊക്കെ കണ്ടുവരുന്ന ഒരു ഇൻഫോടൈം സിസ്റ്റം, വലിയൊരു സ്ക്രീനും കാര്യങ്ങളാണ്. നല്ല അത്യാവശ്യം നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ക്ലസ്റ്റർ മീറ്ററിൽ റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 2 സ്പോക്കിന്റെ സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഇതിലൊക്കെ തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഓഫീസ് റൂം, സ്മാർട്ട് ഓഫീസ് റൂം പോലത്തെ ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. കൂടുതൽ എനിക്ക് ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇതിന്റെ കൂടുതൽ എന്ന് വെച്ചാൽ നമുക്കൊരു ഇതിന്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ ഓടിക്കുമ്പോൾ അതിന്റെ ഫീലും കാര്യങ്ങളും നമുക്ക് വളരെയധികം നമുക്ക് കിട്ടും. പറഞ്ഞ പോലെ തന്നെ എവിടെ വേണമെങ്കിലും നമുക്കൊരു ഏത് ട്രാഫിക്കിലാണെങ്കിലും നമുക്ക് ഒരു സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓടിച്ചു പോകാം. നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഓടിച്ചു പോകാവുന്ന ഒരു വാഹനം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇന്റീരിയർ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റിയറിംഗ് ഹാൻഡ്ലിംഗ് എന്താ പറയുക, ഭയങ്കര സ്മൂത്ത് ആണ്. ഇതിൽ വരുന്നത് ടേണിംഗ് റേഡിയസ് വരുന്നത് 4.2 ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇത് ടേണിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക്
നമുക്ക് ഈ വാഹനം തന്നത് നമ്മുടെ MG മോട്ടോഴ്സ് ആണ്. ഫോർച്യൂൺ MG മോട്ടോഴ്സ് ആണ്. നമ്മുടെ പുതിയതായിട്ട് അവരുടെ ഷോറൂം നമുക്ക് വൈറ്റ്ലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാക്റ്റ് അതിൻ്റെ പ്ലേസ് വരുന്നത് നമ്മുടെ ഡെക്കാത്തലോൺ, വൈറ്റ്ലയിലെ ഡെക്കാത്തലോണിൻ്റെ സൈഡിലായിട്ട് വരും നമുക്ക് ഈ ഒരു ഫോർച്യൂൺ MG മോട്ടോഴ്സ് വരുന്നത്. അവരാണ് നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി തന്നത്. അത്യാവശ്യം നമുക്ക് ഈ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നത്. അപ്പോൾ ഈ വാഹനത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാനൊരു താഴെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. EV ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വാഹനം ചൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും നമുക്കൊരു സിറ്റി ഡ്രൈവിന് പറ്റിയൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഒരു സെക്കൻഡറി വാഹനമായിട്ട് നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.